السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. وكم من صحيح مات من غير علة وكم من عليل عاش حينا من الدهر. فكم من فتى أمسى وأصبح ضاحكا وقد نسجت أكفانه وهو لا يدري. സ്നേഹസമ്പന്നരായ വേദിയിലും ഈ മഹത്തായ മജ്‌ലിസിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രോഗ്രാമിനെ ഇതിന്റെ ശബ്ദപരിധിയിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലുമാണ് ഏതാണ്ട് ഉച്ച മുതൽ ഈ സമയം വരെ നമ്മൾ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത്തരത്തിലൊരു മഹത്തായ വേദിയെ അനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ചതുപോലെ തന്നെ നാളെ പരലോകത്ത് അവന്റെ യഥാർത്ഥ അടിമകൾക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ഭവനത്തിലും അള്ളാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന സദസ്സുകൾ ഇസ്തിഗ്ഫാറിന്, പാപമോചനത്തിന് കാരണമാകുന്ന സദസ്സുകളാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിനെ അകലെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പരമാവധി കസേരകളിലേക്ക് കയറിയിരുന്ന് ഒരു ദീനി മജ്ലിസ് പാലിക്കേണ്ടുന്ന മര്യാദകൾ സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ഈ സദസ്സിന്റെ പിറകുവശത്തിരിക്കുന്ന ആളുകൾ മുമ്പിലേക്കുള്ള കസേരയിലേക്ക് കയറിയിരുന്നാല് നമ്മുടെ ദീനിന്റെ മജ്ലിസ് അൽഹംദുലില്ലാഹ് ഒന്നുകൂടി ഭംഗിയാകും. ഉച്ച മുതൽ ഇവിടെ സംഗമിക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങളെ നേരത്തെ പോകാൻ ഉദ്ദേശിച്ച ആളുകൾ പോയതിലൊന്നും സങ്കടമല്ല. ഉള്ള ആളുകളൊന്ന് കയറിയിരുന്നാൽ ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഉണർത്തി പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ ബഹുമാന്യനായ മൗലവി ഷാക്കിറുള്ള സംസാരിച്ച വിഷയത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ജീവിതത്തിലെ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെല്ലാം ഒഴിവാക്കി ഇതുപോലെയുള്ള വൈജ്ഞാനിക സദസ്സുകളിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ സത്യത്തിൽ ഒരു ഇമ്പമുള്ള പാട്ടോ കണ്ണിന് കൗതുകമുണർത്തുന്ന കാഴ്ചകളോ ഒന്നുമില്ലാഞ്ഞിട്ടും നമ്മളൊക്കെ ഇവിടെ ആവേശത്തോടുകൂടി ഇത്തരം മജ്ലിസുകളിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ദിവസം എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയുണ്ട് എന്ന് ശക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ഖബറിൽ നിന്ന് എണീറ്റുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച സമയം കഴിഞ്ഞ് മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തനിക്കൊരു ശക്തമായ വിചാരണയുണ്ട് എന്നും അവിടെ വിജയിക്കുന്നവരും പരാജയപ്പെട്ടവരും ഉണ്ടാകുമെന്നും വിജയിക്കുന്ന ആളുകൾ സിറാത്ത് കടന്ന് അല്ലാഹുവിന്റെ ജന്നാത്തുൻ നഈമിലേക്കും പരാജയപ്പെട്ടവർ അല്ലാഹുവിന്റെ ഖേദങ്ങളുടെ ശിക്ഷകളുടെ കേദാരമായ നരകത്തിലേക്കും യാത്ര പോകുമെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഓടി വരുന്നത് എന്നുള്ളത് ഒരു മഹായാഥാർത്ഥ്യമാണ്. അവിടേക്കുള്ളൊരു മുന്നൊരുക്കം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ള ജീവജാലങ്ങളെ പോലെ തിന്നുകൊണ്ട് കുടിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് പരമാവധി
കിടന്നുറങ്ങി ആസ്വദിച്ച് മണ്ണോട് ചേർന്ന് പോകേണ്ട ലക്ഷ്യമില്ലാത്തവരല്ല നമ്മൾ. അവിടെയാണ് ബുദ്ധിയുള്ള മനസ്സുകളോട് അള്ളാഹു ചോദിച്ചത്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഞാൻ നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണ് എന്നും കളിതമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നും എന്നിലേക്ക് നിങ്ങൾ തിരിച്ചു വരില്ല എന്നും മനുഷ്യരെ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണോ? അള്ളാഹു നമ്മൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചോദിച്ചതും ചോദിക്കാത്തതും ഒക്കെ ചൊരിഞ്ഞു തന്നത് എന്തിനാ? അള്ളാഹു ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാനാണ്. ആ അനുഭവിച്ച സമയത്തെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ നമ്മോട് ചോദ്യമുണ്ട്. അല്ലാതെ നിങ്ങളെ വെറുതെ അങ്ങ് വിട്ടുകളയുമോ എന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നല്ല ചോദിക്കുക. മറ്റൊരു ഭാഗത്ത് അള്ളാഹു ചോദിച്ചത്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. മനുഷ്യരൊക്കെ വിചാരിച്ചു പോയോ എന്ത്? അവനെ ഞാൻ വെറുതെ അങ്ങ് വിട്ടുകളയുമെന്ന് മനുഷ്യൻ വിചാരിച്ചു പോയോ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ ഒരു ജീവിതം എന്ന് ചോദിച്ചാൽ, ഒരൊന്നര വരിയിൽ അതിന് ഉത്തരം പറഞ്ഞാൽ, നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബാരാണോ അവനിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ ഈ കാലയളവിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഈ അധ്വാനങ്ങൾക്കും ഈ പരിശ്രമങ്ങൾക്കും അള്ളാഹു ഒരു പരിസമാപ്തി, ഒരു അവസാനം കുറിച്ചിട്ടുള്ളത് നമ്മുടെ മരണത്തോടു കൂടിയാണ്. ആ മരണത്തിന്റെ ബെല്ല് മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നാളെ പരലോകത്തേക്ക് അധ്വാനിക്കാൻ, പണിയെടുക്കാൻ പിന്നീട് അവസരമില്ല. ഒരുപക്ഷെ ആ അവസാന ബെല്ല് മുഴങ്ങുന്നത് ഇന്ന് രാത്രിയാകാം, അല്ലെങ്കിൽ നാളെയുടെ പ്രഭാതത്തിലാകാം, ഈ ആഴ്ചയിലാകാം, മാസത്തിലാകാം, അതല്ല കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടാകാം. എങ്ങനെയാണെങ്കിലും എല്ലാ നിലക്കും ഏത് സമയത്തും ജീവിതം എല്ലാം ക്ലിയറാക്കി ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാരുടെ ഡ്യൂട്ടി. അവിടെയാണ് അള്ളാഹു നമ്മോട് വിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായത്തിന്റെ 34-ൽ പറഞ്ഞത്, വലികുല്ലി ഉമ്മത്തിൻ അജൽ. എല്ലാ സമൂഹത്തിനും ഒരു അവധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. ഒരു നാഴിക നേരം ഇങ്ങോട്ടോ ഒരു നാഴിക നേരം അങ്ങോട്ടോ പിന്തിപ്പിക്കാതെ കൃത്യമായി ആ നടപടി നമ്മളിൽ അല്ലാഹു ചെയ്യുന്നതാണ് എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അധിക സമയം ഇതിൽ 60 വയസ്സായവരുണ്ട്, ഇതിൽ 50-ഉം 40-ഉം വയസ്സായവരുണ്ട്, താഴെയുള്ളവരുണ്ട്, മുകളിലുള്ളവരുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗം നമ്മൾ ഉപയോഗിച്ചത് എന്തിനാ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതത്തിലൂടെ ആയിരുന്നു. അതല്ല ഭൗതിക ജീവിതത്തിന്റെ പിന്നാലെയാണോ അധിക സമയം നമ്മൾ ചെലവഴിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര മയ്യത്തുകളെ കണ്ടവരാണ് നമ്മൾ. ഒരുപക്ഷെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ 6 കാലുള്ള മയ്യത്തിന്റെ കൂടെ, 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ മയ്യത്തിന് വഹിച്ച വാഹനത്തിന്റെ കൂടെ, ആടിയുലയുന്ന മയ്യത്തിന്റെ കൂടെ പള്ളിക്കാട്ടിലേക്ക് നടന്നുപോയവരാകാം അധികം ആളുകളും. ആ മയ്യത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചവരുണ്ടാകാം. ആ മയ്യത്തിനെ അവർക്ക് വേണ്ടി കുഴിച്ചു വെച്ച 6 അടി മണ്ണിലേക്ക്, ശക്കായ ഖബറിലേക്ക് ഇറക്കി ചെരിച്ചു കിടത്തി അതിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടവരാകാം, തസ്ബീത്ത് ചൊല്ലിയവരാകാം, എല്ലാം ആകാം.
അങ്ങനെയുള്ള നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കൽ എന്നെയും തേടി മഹായാഥാർത്ഥ്യം എന്നിലേക്ക് വന്നെത്തുമല്ലോ എന്നാണ്. അത് വന്നെത്തുന്നതിന് മുന്നേ നമ്മൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണർത്താനും ഓർമ്മയുള്ള കാര്യങ്ങളെ തന്നെ ഉണർത്താനും ഒക്കെ വേണ്ടിയാണ് മംഗലാപുരത്തിന്റെ കേരളത്തിന്റെ ഒക്കെ പലയിടങ്ങളിൽ ഇത്തരം സദസ്സുകൾ വൈജ്ഞാന വേദികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇത് കിട്ടിക്കൊണ്ടേയിരിക്കണം. നമുക്ക് ഇടക്ക് നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നത് പോലെ, നമ്മുടെ ലൈംഗിക വികാരങ്ങൾ നമുക്ക് ശമിപ്പിക്കുന്നത് പോലെ, നമുക്ക് അനിവാര്യമായി കിട്ടുന്ന ഭൗതിക വിഭവങ്ങളെ പോലെ നമ്മുടെ മനസ്സിന് ഈമാനികപരമായ ഉണർത്തലുകൾ, ഉപദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ മനസ്സ് തുരുമ്പിച്ചു പോകുമെന്നാണ്. എങ്ങനെയാ തുരുമ്പിച്ചു പോകുന്നത്? വസ്ത്രങ്ങൾ നുരുമ്പി പോകുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ നുരുമ്പി പോകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത് നമ്മളോട്. ആ വരികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം ചൊല്ലിക്കേൾപ്പിച്ചത്. തസവ്വദ മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തസവ്വദ മിനത് തഖ്വാ, ജീവിതത്തിൽ ധാരാളം തഖ്വയുള്ള ജീവിതം നീ അധികരിപ്പിച്ചോ, ധർമ്മനിഷ്ഠയുള്ള ജീവിതം നീ അധികരിപ്പിച്ചോ. അത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ മോനെ മോളെ? ഫഇന്നക ലാ തദ്രീ, കാരണം ഒരിക്കലും നിനക്കറിഞ്ഞുകൂടാ എന്ത്. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നാളെയുടെ പ്രഭാതത്തിന്റെ കിരണങ്ങൾ ആകാശത്തിന്റെ ലോകത്ത് വിടർന്നു വരുമ്പോ ആ സമയം വരെ നീ ഹയാത്തിനുണ്ടാകുമോ എന്ന്, ആ സമയം വരെ നീ ജീവനോടെ ഉണ്ടാകുമെന്ന് നിനക്കറിഞ്ഞുകൂടാ. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഒരുപക്ഷെ രോഗത്തിനൊരു പിൽസ് പോലും അതേ കുടിക്കാത്ത ഹോസ്പിറ്റലുകളിലേക്ക് എന്നോ കയറി ചെന്ന ആളുകളാകാം, ഒരു കുഴപ്പവുമില്ലാത്ത ആരോഗ്യമുള്ള ആളുകളാകാം പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എന്നാൽ വകം മിൻ അലീലിൻ ആശഹീനം മിനദ് ദഹ്രി, എത്രയോ വർഷങ്ങളായി രോഗികളായി കിടക്കുന്ന ആളുകളില്ലേ, മരുന്ന് മടക്കുന്ന കട്ടിലുകളിൽ, ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സാർത്ഥം യാത്ര ചെയ്യുന്നവരില്ലേ, അവരിപ്പോഴും ഇതാ മരണപ്പെടാതെ ബാക്കിയായി നിൽക്കുന്നു. എന്നിട്ട് കവി പറയുകയാണെന്ന്, ഫകം മിൻ ഫതൻ അംസാ വഅസ്ബാഹ ലാഹികാ, വകം മിൻ ഫതൻ അംസാ വഅസ്ബാഹ ലാഹികാ, എത്രയെത്ര ചൊറുചൊറുക്കുള്ള യുവാക്കളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്, പെട്ടെന്ന് മരിച്ചു പോകുന്നത്. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവരൊക്കെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ചിരിച്ചു പുറത്തിറങ്ങുമ്പോ ജോലിക്ക് പോയതാണ്, ഇന്റർവ്യൂവിന് പോയതാണ്, കളിക്കാൻ പോയതാണ്, ടൂർ പോയതാണ്, പല ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെയുള്ള എത്രയെത്ര ആളുകളാണ് സന്തോഷത്തോടെ വീട്ടിൽ നിന്നിറങ്ങുന്നത്. പക്ഷേ ഫഇന്നക ലാ തദ്രീ, അവരാരും അറിയുന്നില്ലല്ലോ എന്ത്. വഖദ് നുസിജത് അക്ഫാനു, അവനെ കെട്ടി വരിയാനുള്ള കഫം പുടവ ഈ ഉള്ളാളിന്റെ കർണാടകയുടെ ഏതോ ടെക്സ്റ്റൈൽസിൽ ഇതാ വന്നിരിക്കുന്നു എന്ന് അവർ ആരും അറിയുന്നില്ലല്ലോ എന്നാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു ഉമറിനോട് നമ്മുടെ നേതാവായ റസൂലുള്ള പറഞ്ഞത്. ഇബ്നു ഉമർ പറയുകയാണ്, എന്നോട് എങ്ങനെയാണ് എന്റെ റസൂല് പറഞ്ഞതെന്നറിയുമോ? അതേ, അഖദ റസൂലുള്ളാഹി ബിമൻകിബി, എന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത്. ഹബീബായ പ്രവാചകൻ എല്ലാ സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്, മോനെ ഇബ്നു ഉമറേ, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, മോനെ ഇബ്നു ഉമറേ, നീ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണേ. ദീർഘദൂരം യാത്ര പോകുമ്പോ ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് റെസ്റ്റ് എടുക്കാറുണ്ട്.
ക്ഷീണം മാറിയാൽ വണ്ടി ഓണാക്കി വീണ്ടും യാത്ര പോകാറുണ്ട്. നമ്മുടെ സ്ഥിരവാസമല്ലല്ലോ അത്. അതുപോലെ നീ ദുനിയാവിലാകണമേ. അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെയാകണേ. വിദേശത്തേക്ക് പോയവർ ഈ കൂട്ടത്തിലുണ്ട്, പ്രവാസിയായവർ ഈ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, പ്രവാസിയായ ആളുകൾ ഒരു പക്ഷേ ഓൺലൈനിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. നമ്മളൊന്നും സ്ഥിരവാസത്തിന് വേണ്ടി പോയതല്ലല്ലോ. നമുക്ക് നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ഈ നാട്ടിൽ, ഈ ദുനിയാവിൽ നിങ്ങളാകണേ എന്നാണ് ഹബീബുന റസൂലുള്ളാഹി പറഞ്ഞത്. ഈ ഉപദേശം കിട്ടിയതിന് ശേഷം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നവരോടൊക്കെ പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തന്തളിരിസ് സ്വബാ. വൈകുന്നേരത്തിന്റെ ആ സമയമായാൽ പ്രഭാതത്തെ നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇദാ അസ്ബഹത വലാ തന്തളിരിൽ മസാ. നീ പ്രഭാതത്തിലാണ് എത്തിപ്പെട്ടതെങ്കിൽ നാളെയുള്ള ആ ഒരു അന്നത്തെ ദിവസത്തിന്റെ വൈകുന്നേരവും നീ പ്രതീക്ഷിക്കേണ്ട. അതിന്റെ ഇടയിലേക്ക് നിന്റെ ജീവിതത്തിൽ മരണമെന്ന് പറയുന്ന ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നെത്താം. ഈ പരിസരത്ത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പറയപ്പെടുന്ന യാഥാർത്ഥ്യം ലോകത്തിന്റെ കോണുകളിൽ ഒരുപാട് ആളുകളിൽ അപങ്കുരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകൾ എവിടെയാണ്? മണ്ണിനടിയിലല്ലേ. സഹോദര, നമ്മളും ഈ ലോകത്ത് നിന്ന്, സഹോദരി, ഈ മണ്ണിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് നമ്മളും അടുത്ത തലമുറക്ക് വഴിമാറി കൊടുക്കേണ്ടവരാണ്. അവിടെയാണ് നമ്മുടെ നേതാവ് പറഞ്ഞത്, ഇദാ അറാദല്ലാഹ് അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹജ. ഒരു അടിമയെ, ഒരു മനുഷ്യനെ അല്ലാഹ് എവിടെ വെച്ചുകൊണ്ടാണോ പിടിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ അല്ലാഹു ഒരു ആവശ്യം കൊടുക്കുന്നതാണ്. എന്നും പണ്ടുമില്ലാത്തൊരാഗ്രഹമാണ്. ഒന്ന് UAE-യിലേക്ക് പോകണം, ഒന്ന് സൗദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഒന്ന് പോകണം. ആ യാത്ര എന്തിനാണെന്നറിയുമോ? അവന്റെ മരണം അവിടെയാണ്, അവളുടെ മരണം അവിടെയാണ്. കേട്ടില്ലേ, കേരളത്തിൽ നിന്നുള്ളൊരു ഫാമിലിയുടെ വാർത്ത. കുടുംബസമേതം ടൂർ പോയതാണ്. ബാക്കിലുള്ള കുട്ടികൾ കുടിച്ചു താഴെ വാഹനത്തിന്റെ ഉള്ളിലിട്ട മിനറൽ വാട്ടറിന്റെ ബോട്ടിലുണ്ടല്ലോ, ഡ്രൈവ് ചെയ്യുന്ന ഉപ്പയുടെ കാലിന്റെ ചുവട്ടിലുള്ള ബ്രേക്കിന്റെ താഴെയാണ് ആ കുപ്പി ചെന്ന് നിന്നത്. ബ്രേക്ക് ചെയ്യേണ്ട സമയമായപ്പോ ബ്രേക്കിൽ അങ്ങ് ചവിട്ടിയപ്പോ ബ്രേക്ക് വീണില്ല, ആ കുപ്പിയിലേക്കാണ് അമർന്നത്. എന്തുണ്ടായി? കുടുംബത്തിലെ 5 മെമ്പർമാരാണ് ഒരു മിനറൽ ബോട്ടലിലൂടെ തലകുത്തി മറിഞ്ഞ് ആ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് യാത്ര ചെയ്തു പോകുന്നത്. ഹബീബുന റസൂലുള്ളാഹി പറഞ്ഞു, എവിടെയാണോ മരണമുള്ളത് അവിടേക്ക് ആ മനുഷ്യനെ അല്ലാഹ് എത്തിക്കുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത, രംഗബോധമില്ലാത്ത കോമാളി വരുന്നതിന്റെ മുന്നേ ആ റബ്ബിനെ കുറിച്ചൊന്നറിയണ്ടേ, ഹബീബിനെ കുറിച്ചൊന്നറിയണ്ടേ, യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണ്ടേ, കാലക്കീലകളിൽ നിന്നല്ലല്ലോ, എവിടെങ്കിലും നിന്നുകൊണ്ടല്ലോ, യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന്. എനിക്ക് റബ്ബ് കനിഞ്ഞരുളിയ ഈ മതമുണ്ടല്ലോ, നൂഹ് നബിയുടെ ഭാര്യക്ക് കൊടുക്കാത്ത ഈ ദീനുണ്ടല്ലോ, നൂഹ് നബിയുടെ മകൻ കനാന് കൊടുക്കാത്ത ഈ ദീനുണ്ടല്ലോ, ഇബ്രാഹിം നബിയുടെ ഉപ്പയെ കുറിച്ച് നേരത്തെ ഷാക്കിർ മൗലവി പറഞ്ഞില്ലേ, ആസറിന് കൊടുക്കാത്ത ഈ ദീനുണ്ടല്ലോ, അബൂ താലിബിന് കൊടുക്കാത്ത ഈ ദീനുണ്ടല്ലോ, ഈ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ആയിരങ്ങൾക്ക് കൊടുക്കാത്ത ദീനുണ്ടല്ലോ. ആ ദീന് കിട്ടിയിട്ട് അതിനെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാതെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലോ മരണത്തിന്റെ സമയത്ത് നിലവിളിക്കേണ്ടി വരും, ഖബറിൽ നിലവിളിക്കേണ്ടി വരും, ഉയർത്തിയെഴുന്നേൽപ്പിന്റെ ദിവസം നിലവിളിക്കേണ്ടി വരും, നാളെ റബ്ബിന്റെ നരകത്തിൽ നിന്നും നിലവിളിക്കേണ്ടി വരും. ഈ നിലവിളി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ലോകത്തിന്റെ പല കോണുകളിലേക്ക് നീ എങ്ങനെയാണ് റബ്ബിനെ അറിയേണ്ടത്, നീ എങ്ങനെയാണ് അവന്റെ പ്രവാചകന്മാരെ അറിയേണ്ടത്, എങ്ങനെയാണ് നീ ജീവിക്കേണ്ടതെന്ന് പറയാനാണ് ലോകത്തിന്റെ പല കോണുകളിലേക്ക് പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായി അല്ലാഹ് സ്നേഹനിധികളായ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്.
ആ പ്രവാചകന്മാർ കടന്നു വരാത്ത ജനതയില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? നാളെ പരലോകത്ത് ചില ആളുകൾ ജീവിതത്തെ സൂക്ഷ്മമായ വഴികളിലൂടെ കൊണ്ടുപോകാത്ത ആളുകൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നരകത്തിന്റെ അഗ്നിജ്വാലകളിലേക്ക് അവർ കടന്നു പോകുമ്പോ ആ നരകത്തിലേക്ക് ചാടുന്നതിന്റെ മുന്നേ നരകത്തിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? തകാദു തമയ്യസു മിനൽ ഗൈദ്. ഉഗ്രകോപം നിമിത്തം പൊട്ടിപ്പിളരാൻ മാത്രം കോപമായി നരകം ഇങ്ങനെ കത്തുകയാണ്. ആ സമയത്താണ് ജനങ്ങളെ, ഒരുപാട് ആളുകളെ നരകത്തിന്റെ ആ ചൂടുള്ള അഗ്നിജ്വാലകളിലേക്ക് വലിച്ചെറിയുമ്പോ സഅലഹും ഖസനതുഹാ, ആ നരകത്തിന്റെ ഖജാനയുടെ, ആ നരകത്തിന്റെ കാവൽക്കാര് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നരകത്തിന്റെ ഇന്ധനമാകാൻ പോകുന്ന ആളുകളോട് ആ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലം യഅതികും നദീർ, അലം യഅതികും നദീർ. ഈ സത്യങ്ങളും അസത്യങ്ങളും വേർതിരിച്ചു പറഞ്ഞു തരാൻ, ധർമാധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരന്മാർ വന്നിരുന്നില്ലയോ? താക്കീതന്മാര് വന്നിരുന്നില്ലയോ? നരകത്തിലേക്ക് കടന്നു പോകുന്ന സകല മനുഷ്യരും അഹങ്കാരികളും വിനയത്തോടെ അവിടെ വെച്ചുകൊണ്ടെങ്കിലും പറയും, പുത്തൻവാദികൾ എന്ന് വിളിച്ച് പരിഹസിച്ചവരോട്, അതെ നിങ്ങൾ പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്നവരാണെന്ന് പറഞ്ഞവരോട്, സഹോദരങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് സത്യം കേൾക്കാൻ കൂട്ടാക്കാത്ത ആളുകളോട് അവർ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. സുബ്ഹാനല്ലാഹ്. ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അവർ പറയുകയാണ്, ഞങ്ങളിലേക്ക് താക്കീതന്മാർ വന്നിരുന്നു, സത്യവും അസത്യവും പറഞ്ഞു തരാൻ, ധർമാധർമ്മങ്ങൾ പറഞ്ഞു തരാൻ, ഹക്കും ബാത്തിലും പറഞ്ഞു തരാൻ, ശിർക്കും തൗഹീദും പറഞ്ഞു തരാൻ, സുന്നത്തും ബിദ്അത്തും പറഞ്ഞു തരാൻ ആളുകളിലെ ഞങ്ങളിലേക്ക് വന്നിരുന്നു. പക്ഷേ ഫകദ്ദബ്നാ, എന്റെ ശബ്ദം ഈ പ്രോഗ്രാമിന്റെ പരിധിയിൽ നിന്ന് കേൾക്കുന്ന സമസ്തക്കാരെ, ഇതരാദർശക്കാരെ, മനസ്സിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയുകയാണ്, അതെ സത്യമറിഞ്ഞിട്ടും നാട്ടുകാരെ ഭയപ്പെട്ടുകൊണ്ട്, മഹല്ലുകാരെ ഭയപ്പെട്ടുകൊണ്ട്, കുടുംബക്കാരെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനേക്കാൾ മുൻഗണന ഈ പറയപ്പെട്ടവർക്ക് കൊടുത്താൽ, നരകത്തിന്റെ തീജ്വാലയുടെ ആ ഗൗരവത്തേക്കാൾ നാട്ടുകാർക്ക് കൊടുത്താൽ അവർക്ക് വിലപിക്കുന്ന വിലാപമാണിത്. പക്ഷേ അവിടെ വെച്ചുകൊണ്ടെങ്കിലും അവർ പറയുന്ന വാക്കാണെന്ത്? എന്താ പറയുന്നത്? ഖാലൂ, അവർ പറയുകയാണ്, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളാരും ഈ ജ്വലിക്കുന്ന നരകത്തിന്റെ അംഗങ്ങളായി ഞങ്ങളാരും മാറില്ലായിരുന്നല്ലോ എന്ന് അവിടെ വെച്ചുകൊണ്ട് കരയുന്ന കാലഘട്ടമാണത്. അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത്, ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് മരണമാകുന്ന യാഥാർത്ഥ്യം വന്നെത്തുന്നത് വരെ, ആ യഖീൻ വന്നെത്തുന്നത് വരെ നീ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ നിന്നിലേക്ക് വന്നെത്തുന്നതിന്റെ മുന്നേ 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എങ്ങനെയാണ്? യഗ്തനിം ഖംസാ, 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. ഖബല ഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നണയുന്നതിന്റെ മുന്നേ. ആ 5 കാര്യങ്ങളിൽ ഒന്നെന്താണെന്നറിയുമോ? ശബാബക ഖബല മൗതിക, ശബാബക ഖബല ഹറമിക. നിന്റെ യുവത്വമാകുന്ന പ്രായമുണ്ടല്ലോ മോനെ, യുവത്വമാകുന്ന പ്രായമുണ്ടല്ലോ മോളെ, ആ യുവത്വം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിന്റെ മുന്നേ, വാർദ്ധക്യം നിന്നിലേക്ക് കടന്നു വരുന്നതിന്റെ മുന്നേ നിന്റെ ആ സജീവമായ സമയത്ത് നീ ഉപയോഗപ്പെടുത്തണേ. രണ്ടാമത് നമ്മുടെ മുത്തുനേതാവ് പറഞ്ഞത് വസിഹതിക ഖബല സഖമിക, അതേ നിന്റെ ആരോഗ്യം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിന്റെ മുന്നേ, രോഗം നിന്നിലേക്ക് വരുന്നതിന്റെ മുന്നേ നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണേ.
മൂന്നാമത് പറഞ്ഞത് എന്താണെന്നറിയുമോ? വഗിനാക ഖബല ഫഖരിക. ദാരിദ്ര്യമാകുന്ന പരീക്ഷണത്തിലേക്ക് നിന്നെ തള്ളപ്പെടുന്നതിന്റെ മുന്നേ നിന്റെ ധന്യതയെ നീ ഉപയോഗപ്പെടുത്തണം. നാലാമത് പറഞ്ഞത് എന്താണെന്നറിയുമോ? വഫറാക ഖബല ശുഗ്ലിക. നിനക്ക് തിരക്കുകൾ കടന്നു വരുന്നതിന്റെ മുന്നേ, നീ കൂടുതൽ ബിസിയാകുന്നതിന്റെ മുന്നേ, നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങൾ നീ ഉപയോഗപ്പെടുത്തണേ. അവസാനത്തെ അഞ്ചാമത്തെ കാര്യമായി പറഞ്ഞത് എന്താണെന്നോ? വഹയാതക ഖബല മൗതിക. നേരത്തെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മരണമുണ്ടല്ലോ, ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് ജീവിതത്തിലെ സമയത്ത് നീ ഉപയോഗപ്പെടുത്തിക്കോ. ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ മനുഷ്യരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, സഹോദരങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ഇത്തിരി പോലും കാപഢ്യമില്ലാതെ സ്നേഹത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഹക്ക് സ്വീകരിക്കാതെ, ദീനനുസരിച്ച് ജീവിക്കാതെ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നല്ലതല്ലേ എന്നുള്ള പറച്ചിലും പറഞ്ഞ്, ആരാണിപ്പോൾ ഇത് ചെയ്യാത്തതെന്നും പറഞ്ഞ്, പാരമ്പര്യമായി കിട്ടിയതാണെന്നും പറഞ്ഞ് ഹക്ക് പഠിക്കാതെ നടക്കുന്നവരെ, ഇതേവരെ അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാത്തവരെ, നാളെ മരണം വന്നെത്തുമ്പോ അവര് പറയുന്ന വാക്ക് കേൾക്കണോ നിങ്ങൾക്ക്? ഈ പ്രസംഗിക്കുന്ന ഞാൻ പറഞ്ഞതല്ലാതെ, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച പ്രവർത്തകർ പറഞ്ഞ വാക്കല്ലാതെ, നമ്മുടെ എല്ലാം ഗ്രന്ഥമായ ഖുർആനിലൂടെ 23:99 അല്ലാഹു പറഞ്ഞത്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജൂൻ. അതേ, ധിക്കാരിയായിക്കൊണ്ട്, സത്യത്തെ നെഞ്ചിലേറ്റാതെ, ആർജവത്തോടുകൂടി ദീന് കൊണ്ട് ജീവിക്കാതെ നാളെ ആ മരണത്തെ കണ്ടുമുട്ടുന്ന ആളുകൾ അല്ലാഹുവിന്റെ മുന്നിൽ കെഞ്ചുകയാണെന്ന്. റബ്ബിർജൂൻ, ഏ റബ്ബേ, ഒന്നുകൂടി എന്നെ റിട്ടേൺ ആക്കുമോ? ഒന്നുകൂടി എന്നെ തിരിച്ചു വിടുമോ? എങ്ങോട്ട്? ഈ ദുനിയാവിലേക്ക് ജീവിക്കാൻ കുറച്ച് സമയം കൂടി തരുമോ അല്ലാഹ്? ഏ പ്രിയപ്പെട്ട ബുദ്ധിയുള്ള മനുഷ്യ, എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ട് നിന്റെ ഒരു പെർമിഷന് കാത്തു നിൽക്കാതെ ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടിട്ട്, എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് തന്നിട്ട് ഫ്രീ ആയി ഓശാരം പറ്റി നീ ജീവിച്ചിട്ട് അതൊന്നും ഉപയോഗിക്കാതെ മരിച്ചു പോകുമ്പോ, ഈ കെഞ്ചല് നടത്തുമ്പോ അല്ല പറയുന്ന വാക്കെന്താണെന്നറിയുമോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. സുബ്ഹാനല്ലാഹ്. ഇവരിൽ നിന്ന് രക്ഷ നേടാൻ സഹോദര ഉള്ള സമയത്ത് ഉപയോഗപ്പെടുത്തിക്കോ, സഹോദരി ഉള്ള സമയത്ത് ഉപയോഗപ്പെടുത്തിക്കോ. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അല്ലാഹു പറയുകയാണ്, ഈ പറയുന്ന വാക്ക് വെറുമൊരു വർത്തമാനമാണോ? വെറുമൊരു വർത്തമാനമാണോ? എത്രയോ ചിന്തിക്കാനുള്ള സമയം തന്നിട്ട്, എത്രയോ ആലോചിക്കാനുള്ള സമയം തന്നിട്ട് ഈ കെഞ്ചല് കൊണ്ട് ഇനി കാര്യമില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് ഈ കർണാടകയുടെ മണ്ണിലുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ഈ യാഥാർത്ഥ്യത്തിലേക്ക് ദൂരമില്ല മോനെ, ഈ യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ ദൂരമില്ല മോളെ. അതിവേഗതയിൽ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയാറില്ലേ പരസ്പരം, നമ്മള് ഒന്നിനും സമയം തികയുന്നില്ല. എത്ര പെട്ടെന്നാണ് വെള്ളിയാഴ്ചയായത്, എത്ര പെട്ടെന്നാണ് റമദാൻ വന്നത്, എത്ര പെട്ടെന്നാണ് 2023 കഴിഞ്ഞത്. പറഞ്ഞിട്ടില്ലേ നമ്മള്? ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ നമ്മള്? അതേ, സത്യമാണത്. സമയം പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസനുൽ ബസ്രി പറഞ്ഞതുപോലെ, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റഹ്, ഓരോ ദിവസവും നിന്നിലേക്ക് ഓരോ പ്രഭാതവും ഇങ്ങനെ പൊട്ടിവിടരുമ്പോ, ഇല്ലാ വയുനാദി, ആ പ്രഭാതം നിന്നോട് വിളിച്ചു പറയാതെ കടന്നു പോകുന്നില്ല. എന്ത്? യബ്ന ആദം അന ഖൽഖുൻ ജദീദ്. ആദമിന്റെ മകനെ,
മനുഷ്യ, ഞാൻ ഇന്നൊരു പുതിയ സിട്ടിയാണ്. ഇന്നത്തെ ഒരു ദിവസം നാളെ മുഅ്മിനെ ഇനി കടന്നു വരില്ല. ഇന്നലത്തെ ദിവസം ഇനി കടന്നു വരില്ല. നാളെ ഈ ഭൂമിയിൽ ഹയാത്തോടെയുണ്ടോ ആ ദിവസം ഇനി ഒരിക്കലും മരണം വരെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. വരുന്നത് പുതിയൊരു ദിവസമാണ്. അതുകൊണ്ട് ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കോ എന്നാണ് സലഫുകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവരിലും വേണ്ട ഒരു കാര്യം പറഞ്ഞത് മുഹാസബത്തുൻ നഫ്സ്, മുസാഹബത്തുൻ നഫ്സ്. ജീവിതത്തിൽ എപ്പോഴും അതേ സ്വന്തത്തെ കുറിച്ചൊരു വിചാരണ. ഞാൻ എന്താണ്, ഞാൻ എവിടേക്കാണ്, ഈ ജീവിതം ഇങ്ങനെ അങ്ങ് പോയാൽ ഖബറിൽ വിജയിക്കുമോ, അതല്ല ഞാൻ അവിടെ തളരുമോ, എനിക്ക് മുന്നോട്ടുള്ള എന്റെ പ്രയാണത്തിൽ എന്റെ ജീവിതം ഇങ്ങനെ മതിയോ എന്നുള്ള ഒരു അതേ ശക്തമായ മുഹാസബത്തുൻ നഫ്സ്, സ്വന്തത്തെ കുറിച്ചുള്ള വിചാരണ എപ്പോഴും നമുക്കുണ്ടാകണം. അല്ലാഹു അതിനൊക്കെ നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളൊക്കെ പറഞ്ഞ വാക്കിൽ കാണാം, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു വിചാരണയുടെ കൂട് വരാനുണ്ട്, അല്ലേ? ആ വിചാരണ കൂട്ടിൽ കയറുന്നതിന്റെ മുന്നേ ദുനിയാവിൽ നീ ഒറ്റക്കിരുന്ന് ആലോചിച്ച് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിചാരണ കോടതി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നെ കയറ്റിയിട്ട് ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത വിചാരണ നിന്നെ കുറിച്ച് നീ നടത്തേണ്ടതുണ്ട്. എങ്ങനെയാ വിചാരണ ചെയ്യേണ്ടത്? എങ്ങനെയാ സ്വന്തത്തെ കുറിച്ച് വിചാരണ ചെയ്യേണ്ടത്? വിശ്വാസ കാര്യത്തെ, തന്റെ അമലുകളെ, തന്റെ സ്വഭാവ രംഗത്തെ, തന്റെ കുടുംബരംഗത്തെ എങ്ങനെയാണ് നമ്മൾ വിചാരണ ചെയ്യേണ്ടത്? അള്ളാഹു നമ്മോട് പറഞ്ഞു, നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 2 മലക്കുകളുണ്ട്. ആ മലക്കുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, എന്ത്? കിറാമൻ കാതിബീൻ, കിറാമൻ കാതിബീൻ, മാന്യന്മാരായ 2 മലക്കുകളാണ്. ആ മലക്കുകൾ നമ്മുടെ മരണത്തോടുകൂടി നമ്മുടെ അമലുകളെല്ലാം ചുരുട്ടിയിട്ട് നമ്മുടെ പിരടിയിലങ്ങ് സമർപ്പിക്കുന്നതാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ 17-ാം അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ? നമ്മളൊക്കെ കേട്ട വചനമല്ലേ അത്? വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നാളെ നിന്റെ നാളെ പരലോകത്ത് ആ ചുരുട്ടി വെക്കപ്പെട്ട ആ രേഖകൾ അല്ലാഹു നിന്റെ മുന്നിൽ അങ്ങ് സമർപ്പിച്ചു തരുന്നതാണ്. നീ കണ്ടതതിലുണ്ട്, നീ തിന്നതതിലുണ്ട്, നീ നടന്നതുണ്ട്, പിടിച്ചതുണ്ട്, നീ മനനം ചെയ്തതുണ്ട്, നീ കേട്ടതുണ്ട്, നീ സമ്പാദിച്ചതുണ്ട്, നീ വിശ്വസിച്ചതുണ്ട്, നീ ആചരിച്ചതുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് റബ്ബ് അവനോട് പറയുകയാണ്, നിനക്കിന്ന് പ്രധാന ഡ്യൂട്ടി ഒന്നുമില്ല കേട്ടോ, ഒറ്റ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഇഖ്റഅ കിതാബക, ഇഖ്റഅ കിതാബക, നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ. അതേ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇന്ന് നിന്നെ വിചാരണ നടത്താൻ, ഇന്ന് കണക്ക് നോക്കാൻ നീ തന്നെ മതി എന്ന് നമ്മെ കാത്തിരിക്കുന്ന ലോകത്ത് റബ്ബ് പറയുമെന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഈ ലോകത്തെക്കുറിച്ച് എത്രയെത്ര പ്രവാചകന്മാരാണ് മുന്നറിയിപ്പ് നൽകിയത്. അവസാനത്തെ വേദഗ്രന്ഥമായ 1400 ചില്ലാനം കൊല്ലമായി മക്കയിലെ ജബൽ നൂറിന്റെ മുകളിൽ നിന്ന് അതേ ആരംഭം കുറിച്ചുകൊണ്ട് സഹോദരങ്ങളെ അറഫ മൈതാനിയിലെ ഉർനാത്താൻ വഴിയിൽ വെച്ച് ഈ ദീനിനെ പൂർത്തിയാക്കുന്നത് വരെ മഹാത്ഭുതമായി അവതരിച്ച വിശുദ്ധ ഖുർആൻ വിമർശകരുടെ മുന്നിലൂടെ കടന്നു വന്നു, അനുകൂലികളുടെ മുന്നിലൂടെ ഖുർആൻ കടന്നു വന്നു. വിമർശകരുടെ മുന്നിൽ ഇന്നും ഖുർആനുണ്ട്, അനുകൂലികളുടെ മുന്നിലും ഇന്നും ഈ ഖുർആനുണ്ട്. എവിടെയെങ്കിലും ഒരു കാവരി പോലും ഈ ഖുർആനിൽ അബദ്ധം കാണിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുകയുമില്ല. ഹത്താ ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. കാലത്തെ അതിജയിച്ച് വിശുദ്ധ ഖുർആൻ അതിശീഘ്രം മുന്നേറുകയാണ്. ആ ഖുർആനാണ് നമ്മളോട് പറഞ്ഞതെന്ത്?
അതേ വത്തഖൂ യൗമ തുർജഊന ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ഈ ആയത്ത് കാണാതെ അറിയുന്നവരല്ലേ അധികം ആളുകളും. ഓ മുഅ്മിനേ, എന്താണ് നമ്മുടെ റബ്ബ് പറഞ്ഞത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിന്റെ റബ്ബിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിനമുണ്ടല്ലോ, ആ ദിനത്തെ നീ സൂക്ഷിക്കണം കേട്ടോ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ഓരോ ദേഹവും സമ്പാദിച്ചതെന്താണോ ആ സമ്പാദിച്ചതിന് അതിനനുസരിച്ചുള്ള പ്രതിഫലം നിറവേറ്റിക്കൊടുക്കുന്ന ലോകമാണത്. വഹും ലാ യുളമൂൻ. ഒരു അക്രമവും കാണിക്കപ്പെടാത്ത ലോകമാണത്. ഈ ദിനത്തെ ഭയന്നുകൊണ്ട് ജീവിച്ചാലോ, ഈ ദിനത്തിന് വേണ്ടി ജീവിച്ചാലോ, അതാണ് അല്ലാഹ് പറഞ്ഞത്, വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ. എത്ര ഓതിയാലും മതി വരാത്ത സൂറത്തു റഹ്മാനിലെ ആയത്താണത്. ആരാണോ അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെടുന്നവരാരാണോ, ജന്നതാൻ, അവർക്ക് 2 സ്വർഗമുണ്ടെന്നാണ് അല്ലാഹ് പറഞ്ഞത്. അവരിൽ അല്ലാഹ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ, അവരിൽ അല്ലാഹ് നമ്മെ ചേർക്കുമാറാകട്ടെ, നമ്മുടെ ബന്ധപ്പെട്ടവരെ ചേർക്കുമാറാകട്ടെ. 2 സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്, ഒന്ന് ഖബറിലാണ്, മറ്റൊന്ന് പരലോകത്താണ്. ഇതാണ് ജന്നതാൻ എന്ന് പറഞ്ഞാലെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. ആ ലോകത്തെ ഭയന്നുകൊണ്ട് ശിർക്ക് ചെയ്യാതെ ജീവിച്ചാൽ, തൗഹീദിൽ അചഞ്ചലമായി നിലനിന്നാൽ, ബിദ്അത്തിന്റെ കണിക ജീവിതത്തിലേക്ക് കടന്നു വരാതിരുന്നാൽ, ഹബീബിനെ അനുസരണത്തോടെ പിൻപറ്റിയാൽ, ബിദ്അത്തിന്റെ ഒരു തുള്ളി പോലും കർമ്മങ്ങളിലേക്ക് കടന്നു വരാതിരുന്നാൽ, സ്വകാര്യ രംഗം ശ്രദ്ധിച്ചാൽ, പരസ്യ ജീവിതം ശ്രദ്ധിച്ചാൽ, സാമ്പത്തിക രംഗം ഒക്കെയാക്കിയാൽ, സംസാരം നന്നാക്കിയാൽ, കുടുംബ ജീവിതം നന്നാക്കിയാൽ, മാതാപിതാക്കളോടുള്ള ഇടപാടുകൾ നന്നാക്കിയാൽ, അയൽവാസികളെ സ്നേഹിച്ചാൽ, ദൗത്യങ്ങൾ പൂർത്തീകരിച്ചാൽ, അല്ലാഹ് അവർക്ക് കൊടുക്കുന്ന മരണം എങ്ങനെയാണെന്നറിയുമോ? അല്ലാഹ് അവർക്ക് കൊടുക്കുന്ന മരണം എങ്ങനെയാണെന്നറിയുമോ? ആ വചനമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതിയത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة إن الذين قالوا ربنا الله سبحان الله. എന്തൊരു കുളിർമയേകുന്ന വചനമാണിത് സഹോദര. ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പോ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, സന്തോഷിക്കണേ നിങ്ങള്. ഇനിയും ഇത് തുടർന്ന് പോകാൻ, നിലനിൽക്കാൻ പ്രാർത്ഥിക്കണേ. അല്ലാഹ് മരണം വരെ ഹിദായത്തിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയുകയും പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്തവർ ആരാണോ? എന്താണ് ആ ഇസ്തിഖാമത്ത്? ആ നേരാമണ്ഡം നിലനിൽക്കണമെന്ന് പറഞ്ഞത് എന്താണ്? ആ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹ് പറഞ്ഞതുപോലെ, റസൂലുള്ളാഹ് പറഞ്ഞതുപോലെ യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ ആരാണോ, അവരുടെ അടുക്കലേക്ക് റബ്ബിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയോ? എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയോ? മരണത്തിന്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന താങ്ങാൻ കഴിയാത്ത 2 വികാരങ്ങളുണ്ട്. മരണത്തിന്റെ സമയത്ത് നമുക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത 2 വികാരങ്ങളുണ്ട്. അതിലൊന്നേതാ? ഒന്ന് പേടിയാണ്, ഭയം. മറ്റൊന്നേതാ? സങ്കടമാണ്. സ്വാഭാവികമാണ്. ദുനിയാവിന്ന് യാത്ര പോകാൻ, എല്ലാം വിട്ടേച്ച് പോകാൻ ഇത് 2 ഉണ്ടാകും. പക്ഷേ ഇത് 2 വേണ്ടെന്ന് അല്ലാഹ് പറഞ്ഞാലോ? ആ ഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുന്നവർ. ആ ഭാഗ്യവാന്മാരാണ് നേരാമണ്ണ റബ്ബിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവർ.
അവരുടെ അടുക്കലേക്ക് റബ്ബ് പറയാണ്, ഞാൻ പറഞ്ഞയക്കുന്ന ദൂതന്മാർ വന്നുകൊണ്ട് പറയും, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാ തഖാഫൂ, നീ പേടിക്കേണ്ടതില്ലടോ, വലാ തഹ്സനൂ, നീ ഭയപ്പെടേണ്ടതില്ലടോ, പിന്നെ എന്താണ് നിനക്ക് പകരം വേണ്ടത്? വഅബ്ശിറൂ ബിൽ ജന്ന, നിനക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയുണ്ട്. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അല്ലതീ കുൻതും തൂഅദൂൻ, അല്ലതീ കുൻതും തൂഅദൂൻ. ആ സ്വർഗത്തിലേക്ക് കടന്നാൽ നീ ഒരു ദിവസമല്ല അവിടെ, 500 കൊല്ലമല്ല അവിടെ, 50,000 കൊല്ലമല്ല അവിടെ, കാലാകാലത്തോളം അതെ ഇന്ന് കണ്ട കാഴ്ചകളല്ലാത്ത കാഴ്ചകളുമായി പുതിയ പുലരികൾ വരുന്ന പുതിയ അനുഭൂതികളുള്ള സ്വർഗമാണത്. നമ്മളൊക്കെ കേട്ട ഹദീസല്ലയോ എന്ത്? മലാ ഐനും റഅത്, ഒരു കണ്ണും ഇതേവരെ കാണാത്ത സ്വർഗമാണത്. വലാ ഉദുനുൻ സമഅത്, ഒരു കർണപുടങ്ങളും ഇതേവരെ കേൾക്കാത്ത സ്വർഗമാണത്. വലാ ഖതറ അലാ ഖൽബി ബശറിൻ, ഒരു ഹൃദയങ്ങൾ കൊണ്ടും ഇതേവരെ ചിന്തിക്കാൻ കഴിയാത്ത സ്വർഗമാണ് അവർക്കുള്ളത്. ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. സഹോദരങ്ങളെ, അതിനെന്ത് വേണം? ജീവിതം കളിതമാശയായി കാണരുത്, ഹിദായത്ത് കൊണ്ട് പന്താടരുത്, അല്ല തന്ന ദീന് കൊണ്ട് അതിനെ യഥാവിധി പഠിക്കാതെ സഹോദരങ്ങളെ ദീനിന്റെ വില കുറച്ച് കാണാൻ പാടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്റെ സംസാരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് 9:30 അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഓടിച്ചു പറയാൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമ്മുടെ ദീനാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയ ദീനാണ്. ആ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, പറയപ്പെട്ടവരാണ്, കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മളൊക്കെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്താ? ആമൻതു ബില്ലാഹ്, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചവനാണ് എന്ന് പറഞ്ഞും പറയാതെയും ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ ഒരു ചോദ്യം, എങ്കിൽ ഈ പറയപ്പെട്ട ആദർശത്തോട് നമ്മൾ എങ്ങനെയാണ്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്തക്കാരോട് ഞാൻ ഒന്നുകൂടി ഊന്നി ചോദിക്കുക, ഈ പറയപ്പെട്ട ആദർശത്തോട് നമ്മൾ എങ്ങനെയാണ് മരണം വരെ ഈ ദീനിനെ യഥാവിധി കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായ നമ്മൾ ഓരോരുത്തരും ഇതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? സൽബുദ്ധി ദുർബുദ്ധിയായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ സത്യവിശ്വാസം അവിശ്വാസമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത സങ്കടകരമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഹൃദയത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ലിഅന്നഹു അശദ്ദു തഖല്ലുബൻ മിനൽ ഖിദരി ഇദ ഇജ്തമഅ ഖലിയാന. ഒരു വെള്ളത്തിന്റെ പാത്രത്തിൽ തിളച്ചുമറിയുന്ന വെള്ളത്തെ പോലെയാണ് മനുഷ്യന്റെ ഹൃദയം. ആ ഹൃദയം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് വിശ്വാസിയായവർ നാളെ അവിശ്വാസിയാണ്, നാളെ അവിശ്വാസത്തിലായിരുന്നവൻ ഇന്ന് വിശ്വാസത്തിലാണ്. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, അതെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. സദാസമയം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം? ദീനിലൊരു സബാത്ത് വേണം, ദീനിലൊരു സബാത്ത് വേണം, ദീനിൽ നമുക്കൊരു സൈർ വേണം എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. എന്താ സബാത്ത് എന്ന് പറഞ്ഞാല്? ദീനിൽ ഉറച്ചു നിൽക്കുക. സൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഉറച്ചു നിൽക്കുന്ന ദീനിൽ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനാണ് സൈർ എന്ന് പറയുക. ഇത് രണ്ടും നമ്മളിൽ ഉണ്ടെങ്കിലേ നമ്മൾക്ക് യഥാവിധി ഒരു വിശ്വാസിയാണ് എന്ന് മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. നോക്കൂ നിങ്ങൾ, സത്യത്തിന്റെ ആളുകൾ വളരെ കുറവാണ്. ന്യൂനപക്ഷമാണ് സത്യത്തിന്റെ ആളുകൾ. ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അധികം ആളുകളും അതിന്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ്. സത്യത്തിന്റെ കക്ഷികൾ വളരെ കുറവാണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, യഥാർത്ഥ വിശ്വാസിയാകുന്നവന്റെ 3 ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റിയിൽപ്പെട്ട ഒന്നാണ് തസ്ദീഖും ബിൽ ജിനാൻ.
ഹൃദയം കൊണ്ട് നിന്റെ ദീനിനെ നീ സത്യപ്പെടുത്തുന്നവനാകണം. രണ്ടാമത് വേണ്ടത് വഇഖറാറും ബിൽ ലിസാൻ. ആ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയ ദീനിനെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നവനാകണം. മൂന്നാമത് പറഞ്ഞത് വഅമലും ബിൽ അർക്കാൻ. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയാൽ മാത്രം പോരാ, നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. വഅമലും ബിൽ അർക്കാൻ. എന്റെ ജീവിതത്തിന്റെ സകല രംഗത്തും ഇസ്ലാം മുഴച്ചു കാണണം. എല്ലാ രംഗത്തും ഇസ്ലാം മുഴച്ചു കാണണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ എല്ലാ ദിവസവും റബ്ബിനോട് പറയുന്നത്, റബ്ബേ റദീതു ബില്ലാഹി റബ്ബാ, നീ നൽകിയ ദീന് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. അതുപോലെ തന്നെ വബിൽ ഇസ്ലാമി ദീനാ, റബ്ബേ നീ ഞങ്ങളിലേക്ക് നൽകിയ ദീന് കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടവനാണ്. നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഡ്രസ് കോഡിൽ തൃപ്തിപ്പെട്ടവനാണ്. നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസത്തിൽ തൃപ്തിപ്പെട്ടവരാണ്. എല്ലാ രംഗത്തും തൃപ്തിപ്പെട്ടവരാണ്. വബി മുഹമ്മദിൻ നബിയാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടവരാണ്. ഇത് നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനസ്സിൽ വേണ്ടേ? ജീവിതത്തിൽ വേണ്ടേ? സഹോദരങ്ങളെ, പ്രഖ്യാപനം കൊണ്ട് മാത്രമായോ? അമലും ബില്ലർക്കാന് വേണ്ടേ? അമലും ബില്ലർക്കാന് വേണ്ടേ? ജീവിതത്തിൽ നമുക്കത് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയേണ്ടതില്ലേ? അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞിട്ട്, ഇസ്ലാമാണ് എന്റെ ദീൻ എന്ന് പറഞ്ഞിട്ട്, മുഹമ്മദ് മുസ്തഫയാണ് എന്റെ ഹബീബായ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് ഇവർ പഠിപ്പിച്ചതിനെതിരെ പ്രവർത്തിച്ചാലോ? അല്ലാഹു പഠിപ്പിക്കാത്തതിനെതിരെ ചെയ്താലോ? ഹബീബായ പ്രവാചകനെതിരെ ചെയ്താലോ? ദീന് പഠിപ്പിക്കാത്തതിനെതിരെ ചെയ്താലോ? സഹോദരങ്ങളെ, എന്തുണ്ട് അതുകൊണ്ട് കാര്യം? പേര് മുസ്ലിമാകാം, അത് ഒരു പക്ഷേ ആധാറിലെ കാർഡിൽ ഉപയോഗിക്കാം, റേഷൻ കാർഡിൽ ഉപയോഗിക്കാം, വാഹനത്തിന്റെ ലൈസൻസിൽ ഉപയോഗിക്കാം, സർട്ടിഫിക്കറ്റുകളിൽ ഉപയോഗിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു യഥാർത്ഥ മുസ്ലിമാകണമെങ്കിൽ നീ പ്രഖ്യാപിച്ച ആദർശം എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ നിനക്ക് സാധിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നറിയുമോ? അള്ളയാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിസന്ധി വരുമ്പോ അള്ളാനെ വിട്ടുകൊണ്ട് മഹാന്മാരിലേക്ക് തിരിഞ്ഞാലോ, അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അവന്റെ സൃഷ്ടികളിലേക്ക് തിരിഞ്ഞാലോ, അവിടെയുള്ള അങ്ങനെയുള്ള ആളുകളോടാണ് അള്ള ചോദിച്ചത്, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ? നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് താങ്ങാൻ കഴിയാത്ത അസഹ്യമായ പ്രയാസങ്ങളുണ്ടോ? അള്ളയാണ് നമ്മളോട് പറഞ്ഞത് സൃഷ്ടികളിലേക്ക് തിരിഞ്ഞോ എന്നല്ല, മഖബറകളിലുള്ള ഔലിയാക്കന്മാരിലേക്ക് തിരിഞ്ഞോ എന്നല്ല. അതേ, ബാഗ്ദാദിന്റെ മണ്ണിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ഫത്ഹുർ റബ്ബാനിയുടെ ഉടമയായ, ഫുതൂഹുൽ ഗൈബിന്റെ ഉടമയായ, ഉന്നത്തുൽ താലിബീനിന്റെ ഉടമയായ മഹാനായ ശൈഖ് ജിലാനിയെ വിളിച്ചോ എന്നല്ല. അടുക്കളത്തില് വിശപ്പ് മറന്നുകൊണ്ട് തേഞ്ഞ ചെരുപ്പുമായി, ഒട്ടിയ വയറുമായി, ഒന്തിയ എല്ലുമായി പട്ടിണി പാവങ്ങളായ ബദരീങ്ങളില്ലയോ, അവരെ വിളിച്ചോ എന്നല്ല. ആ ബദരീങ്ങൾക്ക് ഈ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് കൊടുത്ത റബ്ബ് പറഞ്ഞത് എന്താണ്? മുസ്ലിമേ, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദാ, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദാ വയക്ഷിഫുസ് സൂ വയജഅലുകും ഖുലഫാഅൽ അർളി അഇലാഹും മഅല്ലാഹ്, അഇലാഹും മഅല്ലാഹ്. കഷ്ടപ്പെടുന്നവനെ, ദുരിതമനുഭവിക്കുന്നവനെ, അതെ, നീ പ്രയാസം അനുഭവിക്കുമ്പോ നീ എന്തൊരു പ്രയാസമാണോ അനുഭവിക്കുന്നത്, ആ പ്രയാസത്തിന് അതിന് സൊല്യൂഷൻ നൽകാൻ അല്ലാഹയല്ലാത്ത വേറെ ഒരു ഇലാഹ് ആരാണടോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹയല്ലാത്തവരോട് തേടുന്നവരോട് അവരുടെ മനസ്സുകളിലേക്ക് തുളച്ചു കയറുന്ന ചോദ്യമല്ലയോ അത്? സഹോദര, ഖുർആനിന്റെ വചനാമൃതങ്ങളിലൂടെ കടന്നു പോകുമ്പോ പ്രതിസന്ധികൾ വന്ന മഹായോഗികളായ പ്രവാചകന്മാരെ അല്ല പഠിപ്പിച്ചില്ലേ?
അതിലെടുത്തു പറയേണ്ട നബിയല്ലേ മുസ്ലിമേ. ചെങ്കടലിന്റെ മുന്നിൽ അകപ്പെട്ടു പോയ കലീമുള്ളയുടെ ചരിത്രം എന്താണ്? ഇനി പ്രതിസന്ധി വരാനുള്ളത്. കൊല്ലാനല്ലേ ഫറോവ വന്നത്, നുറുക്കിക്കളയാനല്ലേ ഫറോവ വന്നത്. നാനാഭാഗത്തു നിന്നും അവരല്ലേ, മുമ്പിൽ ചെങ്കടലല്ലേ. ഇനി എന്തൊരു പ്രതിസന്ധി വേണം. പക്ഷേ ഏത് പ്രതിസന്ധികൾ കൊടുമ്പിരി കൊണ്ടുവന്നപ്പോഴും നമ്മുടെ ഹബീബായ ആ മഹാനായ മൂസാ നബി പറഞ്ഞതെന്താണ്? കൂടെയുള്ളവരടക്കം പറഞ്ഞു പോയില്ലേ, ഇന്നാല മുദറക്കൂ. മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ കുടുങ്ങുമ്പോ അവസാനമായി പറഞ്ഞു പോകുന്ന വാക്കാണത്, ഇന്നാല മുദറക്കൂ. പിടിക്കപ്പെട്ടല്ലോ മൂസ. പക്ഷേ അവരുടെ മുന്നിൽ തളരാതെ പിടിച്ചു നിന്ന പ്രവാചകനല്ലേ മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി പറഞ്ഞതെന്താണ്? ഇല്ല ഇസ്രായേലരെ, പിടിക്കപ്പെട്ടിട്ടില്ല കേട്ടോ, തളർന്നു പോയിട്ടില്ല കേട്ടോ, തളരാൻ പോകില്ല, പാടില്ല കേട്ടോ. ഇല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. കഴിയുമോ ഉള്ളാളത്തുള്ളവരെ, കഴിയുമോ ഈ നാട്ടിലുള്ളവരെ, കഴിയുമോ കർണാടകക്കാരെ, പ്രതിസന്ധികളുടെ മലവെള്ളപ്പാച്ചിലായി ജീവിതത്തിന്റെ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോ മരിച്ചു മൺമറഞ്ഞു പോയ അസ്ഥിപഞ്ജനങ്ങളിൽ നിന്ന് രക്തവും അതേ ചോരയും നീരും മണ്ണൂറ്റിക്കുടിച്ച മനുഷ്യരോട് തേടാനില്ല, അവരെ സൃഷ്ടിച്ചവനായ റബ്ബിനെ വിളിക്കാൻ ആർജവമുണ്ടോ നിനക്ക്? മൂസാ നബി കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കാൻ ആർജവമുണ്ടോ നിനക്ക്? ആ ഈമാനിന്റെ പവർ കൊണ്ടല്ലേ ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ച കൂട്ടത്തിൽ ഒരു മഹാത്ഭുതമല്ലേ അവിടെ നിൽക്കുന്ന ചെങ്കടലത ഒരു വടി കൊണ്ടടിച്ചപ്പോ, ഒരു ബണ്ട് കെട്ടാതെ, ഒരു ചില്ലിന്റെ ബണ്ടില്ലാതെ, ഒരു മതിലില്ലാതെ, ഏതെങ്കിലും കനാലുകളില്ലാതെ വെറുതെ രണ്ടു ഭാഗത്തേക്കും പർവ്വത സമാനം മാറി നിന്നില്ലേ? ഈമാനിന്റെ പവറായിരുന്നു അത്. സഹോദരാ, അത് വേണോ നമുക്ക്? തൗഹീദിലേക്ക് വാ. മറ്റുള്ള സിട്ടികളെ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ മഹാന്മാരൊക്കെ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്നു പോകാൻ കഴിഞ്ഞാല് ഇന്ന് ഈ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ഭയമുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, അതിനുള്ള പരിഹാരം അന്ന് മൂസാ നബിക്ക് കടലിനെ മാറ്റിക്കൊടുത്ത റബ്ബ് ഇന്നുമുണ്ടോ? അന്ന് മൂസാ നബിക്ക് കടലിനെ മാറ്റിക്കൊടുത്ത റബ്ബ് ഇന്നുമുണ്ട്. രോഗാതുരനായ സക്കരിയ നബി, അയ്യൂബ് നബി അലൈഹിസ്സലാം, മുഫസ്സിറുകൾ പറഞ്ഞത് എങ്ങനെയാണ്? 14 കൊല്ലമാണ് രോഗം ബാധിച്ചത്. അതും എങ്ങനെയുള്ള രോഗമാണെന്നറിയുമോ? കണ്ണിന്റെ ഉള്ളിലൊഴികെ എല്ലാ ചർമ്മങ്ങളിലും സ്കിന്നുകളിലും മുറി ബാധിച്ച പ്രവാചകനല്ലയോ? ചോരയും നീരും ഒലിക്കുന്ന ശരീരമല്ലയോ? വേണ്ടപ്പെട്ടവരൊക്കെ വിട്ടുപോയ രോഗമല്ലയോ? ആ പ്രതിസന്ധിയുടെ സമയത്ത് പോലും ഉള്ളാളിന്റെ മക്ബറയിലേക്ക് പ്രയാസപ്പെട്ട് കടന്നു പോകുന്ന നാട്ടുകാരില്ലേ? അതുപോലെ പോയില്ല. എന്തേ? വിളിച്ചു തേടാൻ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ജിന്നുകൾ ഇല്ലാഞ്ഞിട്ടാണോ? മലക്കുകൾ ഇല്ലാഞ്ഞിട്ടാണോ? മഹാന്മാരില്ലാഞ്ഞിട്ടാണോ? അമ്പിയാക്കന്മാരില്ലാഞ്ഞിട്ടാണോ? ഇല്ല ഇല്ല. ജീവിതത്തിൽ എന്റെ ശരീരം എന്റെ റബ്ബ് തിരിച്ചെടുത്താലും അതേവ അയ്യോബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലർ വഅൻത അർഹമുർ റഹീമീൻ. ഏ റബ്ബേ, ഏ തങ്ങളെ എന്നല്ല, ഏ പ്രവാചകനെ എന്നല്ല, ഏ ജിന്നുകളെ എന്നല്ല, ഏ മലക്കുകളെ എന്നല്ല, എന്റെ റബ്ബേ ഇദ്നാദാ റബ്ബഹു, റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അന്നീ മസ്സനിയല്ലർ, എന്നിലേക്ക് ഇതാ ലുർറ് ബാധിച്ചിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് നീ റഹ്മാനും റഹീമുമല്ലയോ? ഇവിടെയാണ് ഈ പാരമ്പര്യമുള്ളത്.
മൂസാ നബി വിളിച്ച റബ്ബിന്റെ പാരമ്പര്യം എവിടെ? അയ്യൂബ് നബി വിളിച്ച റബ്ബിന്റെ പാരമ്പര്യം എവിടെ? 5 ഇരുട്ടറകൾക്കുള്ളിൽ അകപ്പെട്ട പ്രവാചകനായ ആ മത്സ്യത്തിന്റെ കൂരാക്കൂരി ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ച നബിയായ അയ്യൂബ് നബി അലൈഹിസ്സലാം ആ റബ്ബിനെ വിളിച്ചത് എന്താണെന്നറിയുമോ? ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ആ യൂനുസ് നബിയുടെ പാരമ്പര്യം എവിടെ? ഉള്ളാളത്തുകാരെ, ഈ സ്ഥലത്തിന്റെ ശരിക്ക് പേരെനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ആ പേര് പ്രയോഗിക്കുന്നത്. കർണാടകക്കാരെ, എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, എവിടെയാണ് ഈ പാരമ്പര്യമുള്ളത്? ഈ നാട്ടിലുള്ള ഉള്ളാൾ സയ്യിദ് മദനിയുടെ മക്ബറകളിലേക്ക് നീ പോകുന്നത് എന്തിനാണ്? നിന്റെ രോഗം മാറാനാണോ? നിന്റെ കടം വീടാനാണോ? നിന്റെ മകളെ കെട്ടിച്ചേക്കാനാണോ? എങ്കിൽ ആ ഉള്ളാളം സയ്യിദ് മദനിയെ സൃഷ്ടിച്ച അദ്ദേഹത്തെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അറകളിൽ വളർത്തിയെടുത്ത അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നടത്തിയ അദ്ദേഹത്തിന്റെ ഹാർട്ടിനെ മിടിപ്പിച്ച അദ്ദേഹത്തിന്റെ ബ്രെയിനിനെ സൃഷ്ടിച്ച റബ്ബില്ലയോ? ആ റബ്ബാണ് പറഞ്ഞത്, വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇതെന്താ മനുഷ്യന്മാർക്ക് കേൾക്കാൻ ചെവിയില്ലാതെ പോയത്? ഇതെന്തേ മനുഷ്യർക്ക് സ്വീകരിക്കാൻ മടിയായി പോയി? അല്ല പറയുകയാണ്, നിന്റെ സങ്കടങ്ങൾ എന്നോട് പറ, ദുഃഖങ്ങൾ എന്നോട് പറ. നീ വിഷമിക്കുന്നവനാണോ? വിഷമം മാറാനുള്ള ദുആ ഇസ്ലാമിലുണ്ട്. നീ കടക്കണിക്കാരനാണോ? നിന്റെ കടം മാറാനുള്ള ദുആ ഇസ്ലാമിലുണ്ട്. നീ മനോവിഷമം അനുഭവിക്കുന്നവനാണോ? നിന്റെ മനോവിഷമങ്ങൾ മാറാനുള്ള ദുആയുണ്ട്. നിന്റെ കുടുംബം നന്നാകണോ? അതിനുള്ള ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന്റെ 2 ലോകവും ബാസുരമാകണോ? അതും അല്ലാഹുവിന്റെ ദൂതനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണോ മരിച്ചു പോയവരോട് തേടിയത്? അവര് നിന്റെ വിളി കേൾക്കുന്നില്ല എന്ന് റബ്ബ് പറഞ്ഞിട്ടും എന്തേ നീ അത് കേൾക്കാത്തത്? അതേ, ഇൻതദൂ ലാ യസ്മഊ ദുആക്കും വലൗ സമീഉ മസ്തജാബൂ ലക്കും. അതേ, വയക്ഫുറൂന. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അതേ, നിന്റെ വിളി അവർ കേൾക്കുന്നില്ല. ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കാറുള്ളത് അത് മക്കാ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണ്. അത് ഞങ്ങളെ മേലോതി മുശ്രിക്കാക്കണ്ട, ഞങ്ങളെ കാഫിറാക്കണ്ട. നിങ്ങളെ കാഫിറാക്കാനാണെങ്കിലേ, നിങ്ങളെ മുശ്രിക്കാക്കാനാണെങ്കിലേ ഇവിടെ പരിപാടി സംഘടിപ്പിച്ച സലഫികൾ പറയേണ്ടത് നിങ്ങൾ അല്ലാത്തവരോട് തേടിക്കോ എന്നാണ്. നിങ്ങൾ കല്ലുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്തോ എന്നാണ്. നിങ്ങൾ ആൾ ദൈവങ്ങളോട് തേടിക്കോ എന്നാണ്. പക്ഷേ സലഫികൾ പറയുന്നത് അതിനോടൊന്നും തേടണ്ട. മൂസാ നബി തേടിയ റബ്ബ്, അയ്യൂബ് നബി തേടിയ റബ്ബ്, മഹാനായ യൂനുസ് നബി തേടിയ റബ്ബ്, യാക്കൂബ് നബി പറഞ്ഞ റബ്ബില്ലയോ? ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. മകന് നഷ്ടപ്പെട്ടുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വെളുത്ത നബിയല്ലയോ അയ്യോ മഹാനായ യാക്കൂബ് നബി? തബിയല്ലാഹു ഐനാ, കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച വരെ പോയി എന്നാണ്. അപ്പോഴും പറഞ്ഞത് എന്താണ്? ഇല്ല ഇല്ല, ഇന്നമാഷ്കൂ ബത്തി, ഞാൻ എന്റെ ശിക്കായത്തുകൾ, എന്റെ വേവലാദികൾ ഞാൻ സമർപ്പിക്കുന്നത് എന്റെ റബ്ബിനോടാണ്. എന്റെ മകനായ യൂസുഫിനെ എനിക്ക് തന്ന, എന്റെ മക്കളെ എനിക്ക് തന്ന, എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ മുന്നിലാണ് എന്റെ വേവലാദികൾ ഞാൻ സമർപ്പിക്കുന്നത്. എന്റെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നതും അവന്റെ മുന്നിലാണ്. ഇതൊക്കെ ചില ആളുകൾ, സഹോദരങ്ങളെ, ഈ പ്രവാചകൻ പറഞ്ഞ റബ്ബ് തേടിയതിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പ്രവാചകന്മാരൊക്കെ മുവഹിദീങ്ങളായിട്ടുണ്ടെങ്കിൽ ആ മുവഹിദീങ്ങളിലേക്ക് നിങ്ങളും വരൂ എന്നാണ് പറയുന്നത്. നിങ്ങളെ കാഫിറും മുശ്രിക്കും ആക്കുകയാണെന്ന് പറയുന്നത് തലീക്കെട്ടുകാരായ ഉസ്താദന്മാരുടെ ചില ലാക്കുകൾ നിങ്ങളുടെ മേൽ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. സാമ്പത്തിക ചൂഷണമാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ പല ഭൗതിക കാര്യങ്ങളുമാണ് അവരുടെ ലക്ഷ്യം. എന്നിട്ടും എന്തേ കിതാബൊക്കെ അറിഞ്ഞിട്ടും നിങ്ങളെ അവരിങ്ങനെ വഞ്ചിച്ച് കളയുന്നത്? അല്ലെങ്കിൽ സത്യം പറഞ്ഞു തരേണ്ടതല്ലേ?
എവിടെയാണ് ഈ വിശ്വസിച്ചാചരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് പ്രമാണമുള്ളത്? ഇല്ല കൂട്ടരെ, പോയി എവിടെ എത്തിന്നറിയങ്ങൾക്ക് ഈ ആദർശത്തെ നെഞ്ചിലേറ്റിയ ആളുകളോട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടു എത്ര പേര് അല്ലാഹു പറഞ്ഞു, വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅ്ലാ വഅൻതുമുൽ അഅ്ലാ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ധൈര്യപ്പെടുകയാണ് വേണ്ടത്, അധൈര്യപ്പെട്ടു പോകല്ലേ, ധൈര്യം ചോർന്നലിച്ചു പോകല്ലേ, വ്യസനിച്ചു പോകല്ലേ. പേടിച്ചുകൊണ്ട് പാമ്പിന്റെ തലമാളത്തിലേക്ക് വലിക്കുന്നത് പോലെ പേടിച്ച് നിങ്ങൾ പിന്മാറല്ലേ. നിങ്ങൾ തന്നെയാണ് വിജയികൾ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, തൗഹീദുള്ളവരാണോ നിങ്ങൾ? റബ്ബിനോട് തവക്കുൽ ചെയ്യുന്നവരാണോ? അവനോട് മാത്രം വിളിച്ചു തേടുന്നവരാണോ? അവനോട് മാത്രം നേർച്ച ചെയ്യുന്നവരാണോ? അവന്റെ മുന്നിൽ മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുന്നവനാണോ? എങ്കിൽ നിങ്ങൾ തന്നെയാകുന്ന വിജയികൾ. എത്രത്തോളം എത്രത്തോളം എന്ന് ചോദിച്ചാലേ ചില കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ ആവേശത്തോടു കൂടി ഓതിയാലും മതിയാവില്ല. ഇതൊക്കെ സമൂഹം കേൾക്കുന്നുണ്ടോ? അല്ലാഹു അലം. സഹോദരങ്ങളെ നോക്കുങ്ങളെ, അല്ലാഹ് പറയുകയാണ് നമ്മളോട്, തൗഹീദ് നിന്നിലുണ്ടോ, ശിർക്ക് നിന്നിൽ എന്ന് വിഭാടനം ചെയ്തിട്ടുണ്ടോ? വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ മുകളിൽ സൽക്കർമ്മങ്ങൾ പടുത്തുയർത്തുകയും ചെയ്തവരാരാണോ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ ഞാൻ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ്. ഭൂമിയിൽ ജീവിച്ചുപോയ മുൻഗാമികൾക്ക് ഈ നാട്ടിൽ അധികാരം കൊടുത്തതുപോലെ നിങ്ങൾക്കും ഞാൻ അധികാരം തരാം. മാത്രമല്ല, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും. അതേ, നിങ്ങളെ ദീനനുസരിച്ചുകൊണ്ട് സമാധാനത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ജീവിക്കണോ? വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയത്തെ എടുത്ത് നീക്കിയിട്ട് ആ ഭയത്തിന് പകരം നിർഭയത്വം സമ്മാനിക്കണോ? അല്ലാഹ് പറഞ്ഞതൊന്ന് മാത്രമാണ്, യഅ്ബുദൂനനീ. ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ ഈ നാട്ടിലുള്ള സലഫികളാണ്, കേരളത്തിലുള്ള അതേ ആദർശ കൂട്ടായ്മയിലുള്ള മുജാഹിദുകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശിർക്കിലേക്ക് പോകുമ്പോ അടിക്കടി അതിലേക്ക് പോകല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് പണം ചെലവാക്കിക്കൊണ്ട് സമയം ചെലവാക്കിക്കൊണ്ട് നിങ്ങളുടെ കാതുകളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നത് എന്തിനാണെന്നറിയുമോ? ആളെ കൂട്ടാനല്ല. നിങ്ങൾ ഈ സലഫി പ്രസ്ഥാനത്തിലേക്ക് വന്നില്ലെങ്കിലും വേണ്ടില്ല, ലോകത്ത് ആമസോൺ വനാന്തരങ്ങളുടെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ ഒറ്റക്ക് ജീവിച്ചാലും വേണ്ടിയില്ല, ഖുർആൻ അനുസരിച്ച് സുന്നത്ത് അനുസരിച്ച് ആ പ്രമാണങ്ങളെ മുൻഗാമികളായ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് പറയുന്ന പേരാണ് സലഫി, മുജാഹിദ്. നിങ്ങളോട് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നോ അത് ഈ കൂട്ടായ്മയിലേക്ക് വരണമെന്നോ ഒന്നുമല്ല. നിങ്ങൾ ശിർക്ക് വലിച്ചെറിഞ്ഞ് സഹോദരങ്ങൾ നിങ്ങൾ ആരോട് മുമ്പിൽ പ്രഖ്യാപിച്ചാലും വേണ്ടില്ല, ഒറ്റക്കെങ്കിലും അങ്ങനെ ജീവിക്കാൻ പഠിക്കും. ഇല്ലെങ്കിൽ കഷ്ട പരലോകത്തിൽ എന്തൊന്നും നരകത്തിൽ കിടക്കുന്ന ടീമാണ് അവര് എന്നാണ് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അല്ലാഹു ഈ സമൂഹത്തിന് സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ സഹോദരങ്ങളെ, നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ മനസ്സിൽ മാറ്റങ്ങൾ അല്ലാഹു സൃഷ്ടിക്കുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അതൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരുന്നില്ലേ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോയതല്ലേ? എന്നിട്ട് അല്ലാഹ് പറയാൻ, യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കേ, വലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രയാസങ്ങൾക്കുള്ള പരിഹാരം ഞാൻ തരാം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് 24:55 അല്ലാഹു പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണിത്. പക്ഷേ ഇതൊക്കെ മുന്നിലുണ്ടാകുമ്പോഴും
ഇങ്ങനെയൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തെ ഈ പറയപ്പെട്ട പണ്ഡിത കൂട്ടങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇങ്ങോട്ടാണ്. എങ്ങോട്ട്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ ലൽ അദാഇ ബിൽ മദദി മുജീറൻ ഇർളി وخذ بيدي مدى مددي خليفة الله فينا محي الدين. ഞാനേ എന്റെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ഈ ഭാഗം ഇങ്ങനെ കോട്ടിയപ്പോ വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങൾ, എന്താണ് ഈ പറയുന്നത്? ആരെയാണ് ഈ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുക, മഹാനായ ശൈഖ് ജീലാനിയെ വിളിക്കുകയാണ്. ഒരുപക്ഷെ പാവപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല എന്താണ് ഈ വരികളുടെ അർത്ഥമെന്ന്. കേൾക്കണോ നിങ്ങൾക്ക്? എന്റെ യജമാനരെ, നിന്റെ യജമാനൻ ശൈഖ് ജീലാനിയാണോ? എന്റെ യജമാനരെ, എന്റെ അവലംബമേ, എന്റെ രക്ഷകനെ. സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് നബി പറഞ്ഞത് എന്റെ രക്ഷകൻ എന്റെ റബ്ബാണെന്നാണ്. അൻത വലിയേ ഫിദ്ദുനിയാ വൽആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, തവഫനി മുസ്ലിമാ. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? അൻത വലിയേ ഫിദ്ദുനിയാ വൽആഖിറ. ദുനിയാവിലും പരലോകത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി. മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടുന്ന ഈ ഉമ്മത്തിനെ പഴപ്പിക്കാൻ വേണ്ടി ഈ വരികൾ എഴുതി ചേർത്ത സഹോദര, നിന്റെ പരലോകം എന്തായിരിക്കും? എത്ര ആളുകളാ നിന്നെ വിശ്വസിച്ചത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്താ ഈ പറയണത്? എന്റെ രക്ഷകനെ. ശൈഖ് ജീലാനിയെ വിളിക്കാൻ, എന്റെ സഹായമേ, എന്റെ സഹായമേ, ശത്രുക്കൾക്കെതിരിൽ എന്നെ സഹായിക്കണേ. നല്ലേ കേൾക്കണങ്ങൾക്ക്. ഈ പറയപ്പെട്ട ഈ വരികൾക്ക് ഘടകവിരുദ്ധമായ നേരെ വിപരീതല്ലേ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചത്? ശത്രുക്കളുടെ പ്രയാസത്തെ ഭയപ്പെട്ടപ്പോൾ നമ്മുടെ മുത്ത് നേതാവ് ആരോടാ തേടിയത്? ആദർശ പിതാവായ ഇബ്രാഹിം നബിയോടാണോ? മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരോടാണോ? അല്ലല്ലോ. ബദറിന്റെ രണഭൂമിയിൽ നാളെ ബദർ നടക്കാൻ പോവുകയാണ്. ആ ബദറിന്റെ രണഭൂമിയിൽ തലേ ദിവസം സഹാബത്തുറങ്ങി. സഹാബത്തുറങ്ങിയപ്പോഴതാ ആ ഹബീബായ പ്രവാചകൻ ഉറങ്ങാതെ ബദറിന്റെ മണൽ തിട്ടയുടെ മുകളിൽ കയറിയിട്ട് തന്റെ കാൽമുട്ടിൽ ഇങ്ങനെ എണീറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ചരിത്രത്തിൽ കാണാം സഹോദര സഹോദരി, തന്റെ കഴുത്തിലൂടെ ഇട്ടിരുന്ന തട്ടം പിറകിലോട്ട് മറിഞ്ഞു വീഴുമാറ് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് നമ്മുടെ മുത്തു നേതാവ് പറഞ്ഞത്, ശത്രുക്കളെതിരെ പ്രാർത്ഥിച്ചത് അല്ലയോടാണോ? അല്ലയോടാണ് സഹോദര. എന്താണ് ഈ പ്രാർത്ഥിച്ചതെന്നറിയുമോ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലൻ തുബദ് ഫിൽ അർളി അബദാ. നാളെ നടക്കാൻ പോകുന്ന ബദറിന്റെ രണഭൂമിയിൽ ഈ ശത്രു സൈന്യത്തിനെതിരെ ഈ കൊച്ചു സൈന്യത്തെ നീ അങ്ങ് തോൽപ്പിച്ചാലുണ്ടല്ലോ, നാളെ നിന്നെ ആരാധിക്കാൻ ഈ മണ്ണിൽ ആരുമുണ്ടാകില്ല. അല്ലയോടാണ്. പ്രവാചകൻ മുഹമ്മദ് നബി ഒരു പച്ച മുജാഹിദായിരുന്നു, പച്ച സലഫിയായിരുന്നു. ലാ ശക്ക ഫീഹി, അതിൽ സംശയം വേണ്ട. അതുകൊണ്ടല്ലേ അദ്ദേഹം അല്ലയല്ലാത്തവരോട് വിളിച്ചില്ല എന്ന് മാത്രമല്ല, വിളിച്ചവരെ അതിൽ നിന്ന് അതേ ആദർശം കൊണ്ട് നേരിടുകയാണ്, അടിവാങ്ങുകയാണ്, ഏറുവാങ്ങുകയാണ്, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അതേ ത്വായിഫിന്റെ മണ്ണിലേക്ക് സയ്യിദ് ബിൻ ഹാരിസയുടെ കൂടെ പോവുകയാണ്. ഇല്ല, നാട് വിട്ടാട്ടി ഓടിച്ചു വിട്ടാലും കൊന്നുകളഞ്ഞാലും കഷ്ടമാക്കി മരുഭൂമിയുടെ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാലും ഈ ആദർശത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് കേട്ടോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
എത്രത്തോളം എന്നറിയുമോ? നിസ്കരിക്കുന്ന സമയത്ത് പുഴുവരിക്കുന്ന കുടൽമാലകൾ കഴുത്തിലിട്ടപ്പോഴോ തന്റെ പ്രിയപ്പെട്ട അബൂബക്കറിന്റെ തലക്ക് ഈന്തപ്പന മട്ടൽ കൊണ്ടടിച്ചപ്പോ ആ അടി കിട്ടിയ തലയുടെ ഭാഗത്ത് ചതഞ്ഞപ്പോ ആ ഭാഗത്ത് പിടിച്ച മുടി കയ്യിലേക്ക് പറഞ്ഞു പോന്നപ്പോ അബൂബക്കറിന്റെ ബോധം പോയപ്പോ അടുത്ത ദിവസം ബോധം വന്നപ്പോ അബൂബക്കർ ചോദിച്ചത് എന്താണെന്നറിയുമോ? ഐന റസൂലുള്ളാഹ്, എന്റെ മുത്തു നേതാവ് എവിടെയാണെന്നാണ്. ആ പ്രവാചകന്റെ കൂടെ സന്തത സഹചാരിയായി നിന്നില്ലേ? പോയില്ലേ ഹിജറ വേളയിൽ ജബൽ സൗറിന്റെ മുകളിലേക്ക് ജീവന പണയം വെച്ചിട്ട് പോയില്ലേ 8 ദിവസം? അതേ ത്വരീഖു തിജാരിയുടെ വഴി മാറിക്കൊണ്ട് ബീച്ച് വഴി മദീനയിലേക്ക് പോകുന്ന വഴിക്ക് ഹബീബിന്റെ മുന്നിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നില്ലേ? ഇടക്ക് പിറകിൽ നടന്നില്ലേ? എന്താണ് അബൂബക്കർ നിങ്ങൾ ഈ ചെയ്യുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹബീബായ പ്രവാചകനോട് പറഞ്ഞു, നബിയേ, പിന്നിൽ നടക്കുമ്പോൾ എനിക്ക് പേടിയാണ് നബിയേ, മുന്നിലുള്ള ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കുമോ എന്ന്. ഓ നബിയേ, മുന്നിൽ നടക്കുമ്പോൾ എനിക്ക് പേടിയാണ്, പിറകിലുള്ള ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കുമോ എന്ന്. സുബ്ഹാനല്ലാഹ്, ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ കാണിച്ചു തന്ന പാത എവിടെയാണ് ഉള്ളാളത്തെ സഹോദരാ? അതുകൊണ്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിച്ചോ എന്ത്? ഏ റബ്ബേ, എന്റെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധികൾ കടന്നു വന്നാലും എന്റെ മുത്തനബി പ്രഖ്യാപിച്ചതുപോലെ അതേ കുല്ലിന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ വിളിച്ചു തേടില്ല, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ തേടില്ല, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ തേടില്ല. അതെ, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. അവിടേക്ക് വരാൻ തയ്യാറാകുക, നിർബന്ധമൊന്നുമില്ല. ഇത് നാളെ ഞങ്ങൾക്കുള്ള ഒരു എന്താ പറയാ മുതൽക്കൂട്ട. എന്താണെന്നറിയോ? നാളെ പരലോകത്തെത്തുമ്പോ ഉള്ളാള് സയ്യിദ് മദനിന്റെ ഖബറ് തൊട്ടപ്പുറത്തുണ്ടായിട്ട് അതിന്റെ അടുത്ത് വന്നിട്ട് വരെ ഈ തൗഹീദ് പറയാൻ ഞങ്ങൾ ഇവിടെ വന്നിക്കണെങ്കിലേ ഇടിയും അടിയും കുത്തൊന്നും ഉണ്ടാക്കാനും ഞങ്ങളെ പ്രയാസപ്പെടുത്താനൊന്നുമല്ല. നാളെ പരലോകത്തെ റബ്ബേ ഞങ്ങൾ ഇത് എത്തിച്ചു കൊടുത്തിട്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റണം. അതിനു വേണ്ടി മാത്രം സ്വീകരിക്കുമോ ഇല്ലേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ പറയില്ല യുവർ ചോയ്സ്, വേണമെങ്കിൽ സ്വീകരിക്കാം, തള്ളിക്കളയാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നിർബന്ധമില്ല, ഉത്ബോധകൻ മാത്രമാണ്. പോയി എവിടെ എത്തി? എത്ര വരികളാണ് നിങ്ങള്? ഞാനതൊന്നും കൂടുതൽ ചെല്ലിണില്ല, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, എന്താ പ്രശ്നം നിങ്ങൾക്ക്? ഈ ശിർക്ക് എന്ന് പറയുന്ന മഹാപാപം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, ഖുർആൻ ഒന്നാമതായിട്ട് പറഞ്ഞത് ആകാശത്തിന്റെ താഴെ ഉള്ളാളത്തെ പരിസരത്തുള്ള ആളുകളെ, ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ നമ്മുടെ റഹ്മാനായ റബ്ബ് ഒരിക്കലും പൊറുക്കാത്ത പാപാണ്. നീ വ്യഭിചരിച്ചിട്ടുണ്ടോടാ മോനെ? നീ പലിശയുടെ ബാടുകാരനാണോ? നീ വേറെ ഏതെങ്കിലും തിന്മ ചെയ്യുന്നവനാണോ? ഒരു പക്ഷെ അല്ലാഹു പുറത്തു തന്നേക്കാം നിനക്ക്. പക്ഷേ നീ അല്ലാ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് മഹാന്മാരെ, അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ വിളിച്ചു പോയാൽ, അങ്ങനെയുള്ള ശിർക്ക് നിന്നിൽ വന്നു പോയാൽ, കാരണം പ്രാർത്ഥന അത് ആരാധനയാണ്. അത് റബ്ബല്ലാത്തവരിലേക്ക് നീ എന്ത് താരീഫ് പറഞ്ഞ്, എന്ത് ഡെഫിനിഷൻ പറഞ്ഞ് തിരിച്ചാലും അല്ലാഹു പൊറുക്കൂല. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞെന്താ? മനഃശാന്തി നഷ്ടപ്പെട്ട വിഭാഗമാണ് അവർ. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് എല്ലാ നന്മകളും പൊളിഞ്ഞു പോകുമെന്നാണ്. നീ ഹജ്ജ് ചെയ്തവനാണോ? നീ വേറെ ഏതെങ്കിലും നന്മകൾ ചെയ്തവരാണോ? അതെ, അതെല്ലാം പൊളിഞ്ഞു പോകും. സഹോദര, ഈ ശിർക്കൻ വരികളാണ് മാലകളിലും മൗലൂദുകളിലും സമസ്തക്കാരായ ഉസ്താദന്മാർ ഈ ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പോയി അവിടെ എത്തി. ലോകം നിയന്ത്രിക്കുന്നത് വരെ കോഴിക്കോട് ജില്ലയിലുള്ള ഒരാളാണെന്ന് വരെ പറഞ്ഞു പോയില്ലേ? ആരെ കാത്തു നിൽക്കുകയാണ് നാട്ടുകാരെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ റഹ്മാനായ റബ്ബിനെ കുറിച്ച് ബോധമുണ്ടോ നിങ്ങൾക്ക്? ഈ ലോകത്തെ CM മടവൂര് ജനിക്കുന്നതിന്റെ മുന്നേ, ഉള്ളാളത്തെ മദർ ജനിക്കുന്നതിന്റെ മുന്നേ, മുഹമ്മദ് നബി ജനിക്കുന്നതിന്റെ മുന്നേ, ആദം നബി ജനിക്കുന്നതിന്റെ മുന്നേ, ഈ ലോകത്തിലെ ഗോളങ്ങളെയും അതുപോലെ തന്നെയുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബുണ്ടാകുമ്പോ ആരാണ് നിന്നെ
ഈ തിന്മയിലേക്ക് കൊണ്ടുപോയത് എന്ന് ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല സഹോദരങ്ങളെ. ഒരു കാര്യം ഉറപ്പാ, ഇതിന്റെ പിന്നിൽ നല്ലോണം പണിയെടുത്ത ഒരാളുണ്ട്. അതാരാണ് നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ മുന്നിൽ അവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ എന്റെ അവസാനത്തെ കാര്യം പറയാം. അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു? ശൈത്താൻ, അല്ലാഹ് നിന്റെ സിറാത്തുൽ മുസ്തഖീമായ പാതയിലേക്ക് ആര് വന്നോ ഓലൊക്കെ ഞാൻ പഴിപ്പിക്കും. അള്ളാഹു അവന്റെ ശർറിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ ശർറിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തായി പറഞ്ഞത്? ഖുർആനാ പറയണേ, ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ശൈത്താൻ പറയാൻ, അല്ലാഹുവേ നിന്റെ സിറാത്തുൽ മുസ്തഖീമായ പാതയിൽ അതിലൂടെ സഞ്ചരിക്കുന്ന, അതിലൂടെ സൈർ ചെയ്യുന്ന, അതിലൂടെ സബാത്തോടു കൂടി യാത്ര ചെയ്യുന്ന ആളുകളുടെ ചുറ്റും ഞാൻ കടന്നു വരും. എന്നിട്ട് അവരെ ഞാൻ പിഴപ്പിച്ച് ശിർക്കിലും ബിദ്അത്തിലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് സഹോദരങ്ങളെ നരകത്തിന്റെ ആളുകളാക്കി. വലാ തജിദു അക്സറുഹും ശാകിരീൻ. അധികം ആളുകളെയും നന്ദികെട്ടവന്മാരായി നിങ്ങൾക്ക് കാണാമെന്ന് പിശാച് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി സഹോദരങ്ങളെ അള്ളാന്റെ മാർഗത്തിലൂടെ കൃത്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇനി ഞാൻ എന്റെ സംസാരം നീട്ടിപ്പോയാൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഒരു അക്രമമായിരിക്കും. കാരണം നിങ്ങൾ ഇവിടെ ഉച്ചക്ക് വന്നിരുന്ന ആൾക്കാരാ, ഞങ്ങളൊക്കെ വൈകുന്നേരം കിട്ട് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ വിഷയമൊക്കെ ശ്രദ്ധിക്കുക. ലഹരിയുടെ ലോകം വല്ലാതെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമായി. ഇവിടുത്തെ മക്കൾക്ക് ഹിഫ്ള് പഠിച്ച, ദീന് പഠിച്ച മക്കൾക്ക് നല്ല മോട്ടിവേഷനാണ് ഇവിടെയുള്ള അല്ലേ പ്രബോധകരായ, സജീവരായ പ്രബോധകരെ. ആ കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഭാവിയിൽ അവരെ ഇസ്ലാമിന്റെ നെടുന്തൂണുകളാക്കാൻ അവർ ചെയ്യുന്ന പ്രോത്സാഹനം, അതിനുവേണ്ടി പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ, അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ധാർമ്മിക ബോധം ഇനിയും ഇനിയും കൂടുതൽ കൊടുക്കേണ്ട കാലഘട്ടത്തിലുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ സ്വർഗമാണ് നിങ്ങളുടെ ഭർത്താവ്. അവരെ നിങ്ങൾ ഒരു സെക്കൻഡ് പോലും വഞ്ചിക്കരുത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളെ വിശ്വസിച്ചിറങ്ങിപ്പോന്ന, നിങ്ങളിൽ നിന്ന് എന്തും ആഗ്രഹിക്കുന്ന, നിങ്ങളിൽ നിന്ന് മാത്രം സന്തോഷം ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ഭാര്യമാരാണ് നമ്മുടെ സഹോദരിമാർ. അവരോട് കയർക്കല്ലേ, അവരോട് ദേഷ്യപ്പെടല്ലേ. അവർ നിങ്ങളുടെ മക്കളെ പ്രസവിച്ച ഭാര്യയാണ്. അവരെ സ്നേഹിക്കണേ, ആദരിക്കണേ. പ്രിയപ്പെട്ടവരെ, സ്വകാര്യതകളും പരസ്യ ജീവിതവും ഒന്നാക്കുക. കഥകടഞ്ഞാൽ, കർട്ടനുകൾ താണുകഴിഞ്ഞാൽ ഹറാമുകളിലേക്ക് മൊബൈൽ ഫോണിലൂടെ കടന്നു പോകല്ലേ. സാമ്പത്തിക രംഗത്ത് പലിശ എടുക്കല്ലേ, പലിശ കൊടുക്കല്ലേ, കളവ് പറയല്ലേ, ഏഷണി പറയല്ലേ. ഇതൊക്കെ ഇസ്ലാമിക രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തിനാണെന്നറിയോ? നമ്മളൊക്കെ മരിക്കുമ്പോ നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് മലക്ക് പറയണ്ടേ, യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ നീ വാടാ, ഇർജിഇ, കണ്ടോ, നീ മടങ്ങി വാ, ഇലാ റബ്ബിക റാദിയതൻ മർദിയ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് നീ മടങ്ങി വാ, ഫദ്ഖുലി ഫി ഇബാദി, അല്ലാഹുവിന്റെ അടിമകളിലേക്ക് നീ മടങ്ങി വാ, വദ്ഖുലി ജന്നതി, സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി വാ. എന്തുകൊണ്ടാണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന ഒരു ഖബറുണ്ട്. എങ്ങനെയുള്ള ഖബറാണത്? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മെടക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലൊരു ഭിത്തിയാണതിലുള്ളത്. അഴുകുന്നതാടൊരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നിന്റെ ശരീരത്തിൽ ഇഴുകിച്ചേരുന്ന വസ്ത്രം ധരിക്കല്ല മോളെ, അത് റബ്ബിന് ഇഷ്ടമല്ല മോളെ. നിന്റെ മുടി നീ അന്യ പുരുഷന്റെ മുന്നിൽ കാണിക്കല്ല.
നിന്റെ ശരീരത്തിന്റെ നിമ്നോന്നതകൾ മറ്റുള്ള മുന്നിൽ നീ പ്രദർശിപ്പിക്കല്ല. നീ ലിപ്സ്റ്റിക് തേച്ചുകൊണ്ട്, നീ ശരീരത്തിൽ മേക്കപ്പ് ചെയ്തുകൊണ്ട്, നീ ആരും കാണാനല്ല എന്ന് പറഞ്ഞാലും നീ പുറത്തിറങ്ങുമ്പോ നാലാള് നിന്നെ ശ്രദ്ധിക്കാനല്ലേ നീ ലിപ്സ്റ്റിക് തേച്ചത്, നീ മേക്കപ്പ് ചെയ്തത്, നിന്റെ കയ്യിൽ നീ ട്യൂടെക്സ് തേച്ചത്, തിളങ്ങുന്ന വസ്ത്രം ധരിച്ചത്. പക്ഷേ അത് നമ്മുടെ റബ്ബിന് ഇഷ്ടമല്ല. ഇതൊക്കെ കേൾക്കാതെ നീ ഇനിയും ജീവിക്കുകയാണോ? അങ്ങനെയുള്ള ഈ ഖബറിനെ കുറിച്ച് കേട്ടില്ലേ നമ്മള്? അഴുകുന്നതാണ് ഒരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. അങ്ങനെയുള്ള ലോകത്ത് ചെന്ന് കിടക്കുമ്പോ നിന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം മുട്ട പൊട്ടി ഒലിക്കുന്നത് പോലെ നിന്റെ കണ്ണ് പൊട്ടി ഒലിക്കുന്നതാണ്, നിന്റെ കവിളുകൾ പുഴുക്കൾ തിന്നുന്നതാണ്. 3, 4, 10 ദിവസം കഴിയുമ്പോഴേക്ക് മാംസമെല്ലാം തിന്ന് നിന്റെ അസ്ഥികളിലേക്ക് തോല് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. വീണ്ടും തോലും തിന്നു കളയുന്ന സമയമാണ്. എല്ലുകൾ വരെ തിന്നുന്നതാണ്. ആ ഖബറിൽ ചെന്ന് കിടക്കണ്ടേ? അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മടങ്ങുക, തിന്മകളിൽ നിന്ന് മടങ്ങുക, റബ്ബിന്റെ വിളിക്കുത്തരം നൽകി കാത്തു നിൽക്കുക. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നോട് ഹഫീസ് സ്വലാഹി 9:30 അവസാനിപ്പിക്കാൻ പറഞ്ഞു. 9:29 ഞാൻ നിർത്തുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള തുറന്നുള്ള അവസരങ്ങളിലും നമുക്ക് ഇതുപോലെയുള്ള വേദികളിൽ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ അള്ളാഹുവിനോട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, ശിർക്ക് ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി, ബിദ്അത്തിലകപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ശിർക്കിലകപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ഹിദായത്തിന് വേണ്ടി നമ്മളൊക്കെ എത്തിപ്പെട്ട ഈ മഹാസത്യത്തിലേക്ക് അവർക്ക് കൂടി എത്തിപ്പെടാൻ സൗഭാഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹു ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സ്വർഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരണമാകുന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടേണ്ടി വന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയായി സ്വർഗത്തിൽ നമ്മുടെ മഖാദം കണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ നടത്തുന്ന ദഅവാ സംരംഭങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും അതിന്റെ പിന്നിൽ ഓടി നടക്കുന്ന സജീവരായ ധാരാളം പ്രവർത്തകരുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം.